നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. വിരാട് കോഹ്ലിയുടെ RCB ഒരിക്കൽ കൂടി മറ്റൊരു കിരീടത്തിൻ്റെ വെർജിലാണ്. 16 പോയിൻ്റ് എന്ന് പറയുന്ന ആ മാജിക് നമ്പറിൽ തൊടുന്നു. വിരാട് കോഹ്ലി പിന്നെ അദ്ദേഹത്തിൻ്റെ മോശം ഫോമിൽ നിന്ന് തിരിച്ചെത്തുന്നു ഒരു സെഞ്ചുറിയുമായി. ഇന്ന് നമ്മളോടൊപ്പം MSK ജസീം. MSK ഇന്നലത്തെ പ്രഡിക്ഷൻ KKR ആയിരുന്നു. എന്താണോ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്, MSKൻ്റെ പ്രഡിക്ഷൻ്റെ അപ്പുറത്ത് സംഭവിക്കുന്നു. RCB പ്ലേ ഓഫിൽ കടത്താൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്തിയത്? ഇതിൽ KKR കൃത്യമായിട്ടും അവരുടെ കയ്യിലുള്ള വിഭവങ്ങളെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് യൂസ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ജയിക്കുമായിരുന്നു. പക്ഷേ അപ്പുറം ചേസ് മാസ്റ്ററായ വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അദ്ദേഹത്തിൻ്റെ ചേസിങ് എബിലിറ്റിയെക്കുറിച്ച് നമുക്കറിയാം. തുടർച്ചയായി 2 മത്സരങ്ങളിൽ ഡക്ക് എടുക്കുകയാണെങ്കിൽ 3-ാമത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലി എന്ത് ചെയ്യും എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചു വരും. മേ ബി ഇറ്റ്സ് സെഞ്ചുറി ഓർ സെഞ്ചുറി പ്ലസ്. ഔട്ട് ഓഫ് ഫോം അല്ല, ഔട്ട് ഓഫ് റൺസ് ആണ്. അത് നമുക്കറിയാം. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരെയുള്ള സീരീസിൽ അദ്ദേഹം 2 തവണ ഡക്കിന് പുറത്തായി. അടുത്ത മത്സരത്തിൽ ഒരു 74 വരുന്നു. അതിനുശേഷം സൗത്ത് ആഫ്രിക്കൻ സീരീസിൽ അദ്ദേഹം 2 സെഞ്ചുറികൾ നേടിക്കൊണ്ട് ഏകദിന ക്രിക്കറ്റിലെ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രമാദിത്യം തെളിയിക്കുന്ന ഇന്നിങ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം വിരാട് കോഹ്ലി ഇന്നലെ തന്നെ അദ്ദേഹം ഫസ്റ്റ് റൺ എടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആഘോഷമൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ആ ഇന്നിങ്സ് എങ്ങനെ കൊണ്ടുപോകണം. അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ എങ്ങനെ, അതായത് 2 ഡക്കിന് ശേഷം ഇത്രയും നിശ്ചയദാർഢ്യത്തോടെ പിന്നെ തനിക്ക് എപ്പോഴും തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ഓറഞ്ച് ക്യാപ്പ് എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം ഫോമിലുള്ളപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ടീം വിജയിക്കുക എന്നത് എന്താ പറയുക, അത്ര എളുപ്പമല്ല എന്ന് തെളിയിക്കുന്ന ഇന്നിങ്സ് ആയിരുന്നു. പിന്നെ KKRലേക്ക് വരികയാണെങ്കിൽ KKR കുറച്ചുകൂടി പിന്നെ അവരുടെ കയ്യിൽ, നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ എത്ര നന്നായിട്ട് യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഒരു ടീമിൻ്റെ വിജയവും പരാജയവും ഒക്കെ നിശ്ചയിക്കപ്പെടുക. ഇപ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊൽക്കത്തയിലാണ് സുനിൽ നരേൻ എന്ന താരമുള്ളത്. അതൊരു പാസ്റ്റ് സെൻറ്റൻസ് ആണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള യൂസാണ് അദ്ദേഹത്തെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനം. മുമ്പ് ഗംഭീർ ക്യാപ്റ്റനായിരുന്ന സമയത്ത് അദ്ദേഹത്തെ യൂസ് ചെയ്തിരുന്നൊരു വിധമുണ്ട്. ആദ്യത്തെ പിന്നെ ഓപ്പണറായി ഇറക്കുന്നു, കൃത്യമായ സമയത്ത് വിക്കറ്റുകൾ വേണ്ട സമയത്ത് അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് സുനിൽ നരേൻ്റെ ബോളിംഗ് ഓവറുകൾ ഏതൊക്കെയാണ് എന്ന് പ്രഡിക്റ്റബിൾ ആണ്. ആളുകൾക്ക് ആ ഓവറുകളിൽ മാത്രം നന്നായി കളിച്ചാൽ മതി. സുനിൽ നാരായണനെ പിന്നെ എന്താ പറയുക, അദ്ദേഹത്തെ കൊൽക്കത്ത യൂസ് ചെയ്യുന്നതിലുള്ള ഒരു മിസ്റ്റേക്ക് അവിടെ കൃത്യമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മാച്ച് വിന്നർ എന്ന എബിലിറ്റി കൃത്യമായിട്ടും യൂസ് ചെയ്യാതെ വരുന്നുണ്ട്. അതുപോലെ ഇന്നലത്തെ മത്സരത്തിലെ ഏറ്റവും മനോഹരമായ രംഗങ്ങളിൽ ഒന്നായിരുന്നു മനീഷ് പാണ്ഡെയുടെ ഒരു തകർപ്പൻ 1-handed ക്യാച്ച്. ടിം ഡേവിഡ് അടിച്ച ആ ഒരു ടിം ഡേവിഡിന്റെ പിന്നെ എബിലിറ്റിയെ നമുക്കറിയാം. അദ്ദേഹം അത്രയും പവർഫുൾ ആയിട്ട് പന്തിനെ അടിച്ച് അകറ്റുന്ന താരമാണ്. അതെ, ആ ഒരു ക്യാച്ച് എടുത്തപ്പോൾ മനീഷ് പാണ്ഡെ, ഞാൻ യൂസ് ചെയ്യാതെ പോയ മറ്റൊരാൾ മനീഷ് പാണ്ഡെയാണ്. കാരണം മനീഷ് പാണ്ഡെ പല ഘട്ടങ്ങളിലും ഒരു ഘട്ടത്തിൽ പിന്നെ IPL ആദ്യ ഇന്ത്യൻ സെഞ്ചുറിയനായിരുന്നു മനീഷ് പാണ്ഡെ. RCBക്കൊപ്പമുള്ള 2009 IPL അദ്ദേഹം ആദ്യമായിട്ട് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്ലെയർ ആയിരുന്നു. ആ സമയത്ത് നമുക്കറിയാം 2 കോഹ്ലിമാരെ അഫോർഡ് ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലാണ് RCB ഇദ്ദേഹത്തെ പുറന്തള്ളുന്നത്. RCBക്കൊപ്പം അദ്ദേഹം 2 സീസൺ ഉണ്ടായിരുന്നു. ആദ്യ സീസൺ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനൊപ്പമായിരുന്നു. പിന്നീട് RCBക്കൊപ്പമുണ്ട്, പൂനെക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ടീമുകൾക്കൊപ്പം നിന്ന താരമാണ് മനീഷ് പാണ്ഡെ. അപ്പം ഒരു കാലത്ത് വിരാട് കോഹ്ലിയേക്കാൾ പ്രതിഭയുണ്ട് എന്ന് ആളുകളൊക്കെ വാഴ്ത്തിയിരുന്ന താരമായിരുന്നു. കാരണം ഈ T20 Under-19 തലത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ വെച്ച് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫീൽഡർമാരിൽ ഒരാൾ കൂടിയാണ് മനീഷ് പാണ്ഡെ. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലാണെങ്കിലും മറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലാണെങ്കിലും ഒരു മികച്ച രീതിയിൽ ഫീൽഡ് ചെയ്യുന്നു. ഇതിനു മുമ്പ് മനീഷ് പാണ്ഡെയുടെ ഏറെ വൈറലായൊരു ഫീൽഡിംഗ് മികവ് 2014-15 ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു ഡൊമസ്റ്റിക് മത്സരത്തിൽ അഭിഷേക് നായർ, അതായത് ഇപ്പോഴത്തെ കൊൽക്കത്തയുടെ കോച്ചായ അഭിഷേക് നായർ അടിച്ചൊരു പന്ത് 1-handed ആയി ഇതേപോലെ ലോങ് ഓഫിൽ നിന്നും പറന്ന് പിടിക്കുന്ന ഒരു വീഡിയോ ആ സമയത്ത് വൈറലായിരുന്നു. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാച്ച് എന്ന രീതിയിൽ ആ സമയത്ത് അത് വൈറലായിരുന്നു. സുനിൽ ജോഷി എറിഞ്ഞ പന്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഫീൽഡിംഗ് എബിലിറ്റി ആ സമയത്ത് വൈറലായിരുന്നു. പക്ഷേ ഞാൻ പറയട്ടെ, 2009 വിരാട് കോഹ്ലി ആ സമയത്ത് IPL ഫോം തെളിയിക്കുന്നതിന് മുമ്പ്, അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഫോമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മനീഷ് പാണ്ഡെ ആയിരിക്കും നെക്സ്റ്റ് ബിഗ് തിങ് എന്ന രീതിയിലുള്ള ചർച്ചകൾ അദ്ദേഹം ആദ്യമായി IPL സെഞ്ചുറി അടിച്ച സമയത്തുണ്ടായിരുന്നു. പക്ഷേ
എന്തുകൊണ്ടോ നിർഭാഗ്യം കൊണ്ട് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരം ഇന്ത്യൻ ടീമിൽ ലഭിച്ചിട്ടില്ല. പതിയെ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ വിസ്മൃതിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് കണ്ടത്. 2013-14 സമയത്തൊക്കെ ഒരുപക്ഷെ നമ്പർ 3 അല്ലെങ്കിൽ നമ്പർ 4 പൊസിഷനിൽ വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ മനീഷ് പാണ്ഡെയും ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചേക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന്റെ മധ്യനിര ഇവർ നിയന്ത്രിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും അദ്ദേഹത്തെ ഭാഗ്യം കനിഞ്ഞില്ല. ആ സമയത്തും നമ്മൾ അമ്പാട്ടി റായുഡുവിലും അതുപോലെ തന്നെ മറ്റ് താരങ്ങളിലൊക്കെയാണ് ആ സമയത്ത് ഇന്ത്യൻ ടീം കൂടുതൽ പരിഗണിച്ചത്. യുവരാജ് സിംഗിന് പകരക്കാരനായിട്ടൊക്കെ അദ്ദേഹം ടീമിലെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഒന്ന് സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു റൺ ചേസിൽ അദ്ദേഹം നേടിയൊരു സെഞ്ചുറിയാണ്. അപ്പോൾ മനീഷ് പാണ്ഡെ വർഷങ്ങളായി 2008 മുതലേ IPL ഒരു താരമാണ്. അപ്പോൾ അദ്ദേഹത്തെയും യൂസ് ചെയ്യുന്നതിൽ ഈ IPL ഏതാണ്ട് 12ഓളം കളികൾ കൊൽക്കത്ത കളിച്ചു കഴിഞ്ഞു. ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഫോം എങ്ങനെയാണ് എന്ന് നോക്കാനെങ്കിലും അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ അവസരം കൊടുക്കാമായിരുന്നു. ബാറ്റിങ്ങിൽ ഒട്ടും അവസരം കിട്ടാത്ത ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മനീഷ് പാണ്ഡെയുടെ ആ ക്യാച്ചിന് ശേഷം വിരാട് കോഹ്ലി ചെന്ന് അഭിനന്ദിക്കുന്നതും ആ ഒരു നമ്മുടെ ഓർമ്മകൾ പഴയ ഒരു കാലത്തേക്ക് പോയൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിൽ പിന്നെ കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം ഇനിയും മത്സരങ്ങൾ വിജയിച്ചാൽ സാധ്യത ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇല്ല, 15 പോയിന്റ് അവർക്ക് ഇനിയും മറ്റു ടീമുകളുടെ റിസൾട്ടും റൺ റേറ്റ് ഒക്കെ നോക്കി 16 കടക്കില്ല, അവരെന്തായാലും മാജിക് നമ്പർ കടക്കില്ല. അപ്പോൾ ഓൾറെഡി 2 ടീമുകൾ 16 നമ്പറുമായിട്ട് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി പഞ്ചാബ് കൂടി ജയിക്കുകയാണെങ്കിൽ അവർക്ക് 17 പോയിന്റ് ആവും. അപ്പോൾ അവരും സാധ്യതയുണ്ട്. അപ്പോൾ സൺറൈസേഴ്സിന്റെ പൊസിഷനായിരിക്കും ഇനി അടുത്തവരുടെ ജയങ്ങൾ, ഈ പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ, അവരുടെ ജയം എത്രത്തോളം ഉണ്ട് എന്ന് മറ്റു ടീമുകൾ മത്സരിക്കുന്നത് ഒരുപക്ഷെ സൺറൈസേഴ്സിനോടായിരിക്കും എന്ന് തോന്നുന്നു. ചെന്നൈ ആണെങ്കിലും ഏത് ടീം, KKR ആണെങ്കിലും ഒക്കെ, ഡൽഹി ഒക്കെ ആണെങ്കിൽ. അപ്പം ഈ IPL കുറച്ചുകൂടി ആവേശകരമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിരാട് കോഹ്ലിയുടെ ഫോം തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ജസീമിനും ആരിസിനും ഒക്കെ പറയാനുണ്ടാവും വിരാട് കോഹ്ലിയെ കുറിച്ച്. ജസീം എന്തു പറയുന്നു? പിന്നെ വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ എന്ന അർത്ഥത്തിൽ പ്രൂവ്ഡ് ആയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ IPL കരിയറിൽ 9ാമത്തെ സെഞ്ചുറി അടിക്കുന്നു, അതും ഒരു മാച്ച് വിന്നിംഗ് നോക്ക്. ഈ പ്രായത്തിൽ ഇന്ത്യൻ ടീമിൽ സ്റ്റിൽ ഉള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം 2 ഫോർമാറ്റിൽ നിന്നേ കുപ്പായം അടിച്ചു വെച്ചിട്ടുള്ളൂ. വിരാട് കോഹ്ലിയുള്ള പ്രതീക്ഷകൾ, വിരാട് കോഹ്ലി നമുക്ക് നൽകുന്ന പ്രതീക്ഷകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ഡക്കായപ്പോഴും നമ്മളെന്ത് പ്രതീക്ഷിക്കുന്ന അടുത്തൊരു വലിയൊരു മത്സരം വരാറുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ പ്രത്യേകിച്ച് കിങ് കോഹ്ലി ഫാൻസിനുണ്ടാകും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്നുള്ളതാണ് ഇന്നലെ ആ മത്സരം തെളിയിച്ചത്. അദ്ദേഹം അത് കൃത്യമായിട്ട് ആ ഗ്രൗണ്ടിൽ ഇന്നലെ അത് തെളിയിക്കുന്നു. റായ്പൂരിലെ സ്റ്റേഡിയത്തിൽ ഇന്നലെ ഒരു മഴയിൽ കുതിർന്ന മത്സരമായിരുന്നു. ശരിക്ക് ഒരു മത്സരത്തിൻ്റെ ആവേശമൊക്കെ ചോർന്നു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മത്സരം. കാരണം മഴ പെയ്ത് 1 മണിക്കൂറോളം ഡിലേ ആവുന്ന ഒരു മത്സരം, ഒരുപക്ഷെ ഓവർ വെട്ടിച്ചൊരുക്കുമോ, ഇങ്ങനെയുള്ള ഒരു വലിയ ആകാംക്ഷകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴയിൽ കുതിർന്നു പോകുമ്പോൾ മത്സരം എന്ന് പോലും, അഥവാ ഈ വെടിക്കെട്ട് ബാറ്റിങ്ങുകളൊന്നും കാണാൻ പറ്റില്ലേ എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അപ്രസക്തമാക്കുന്ന രീതിയിലാണ് വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് ഇന്നലെ വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സെഞ്ചുറി നേട്ടം, 60 പന്തുകൾ കൊണ്ട് അദ്ദേഹം ഒരു 3 സിക്സറുകളോടുകൂടി ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെ അദ്ദേഹം ഇന്നലെ നടത്തി എന്നുള്ളതാണ്. 105 റൺസിലേക്ക് അദ്ദേഹം എത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് മത്സരശേഷം അജിങ്ക്യ രഹാനെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, കൊൽക്കത്ത ക്യാപ്റ്റൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ചേസിംഗ് മാസ്റ്റർ, ഒരു വലിയ ചേസിംഗ് മാസ്റ്ററുടെ വിരാട് കോഹ്ലി അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒരു പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള രീതിയിൽ അവരും കൂടി പറയുന്നുണ്ട്. കാരണം ഒരു വലിയ സ്കോർ, അത്യാവശ്യം ഭേദപ്പെട്ട ഒരു 193 റൺസിൻ്റെ വിജയലക്ഷ്യമാണ് ഇന്നലെ കൊൽക്കത്ത കുറിക്കുന്നത്. അത് സിമ്പിളായിട്ട് തന്നെ ഈ കോഹ്ലിയുടെയൊക്കെ ഇന്നിങ്സിൻ്റെ മികവിൽ, ദേവദത്ത് പടിക്കലിൻ്റെ ഇന്നിങ്സിൻ്റെ മികവിൽ അവരെടുക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം 2ാമത്തെ വിക്കറ്റിലാണ് ആ ഒരു നല്ലൊരു പ്രകടനം അവരെ സംബന്ധിച്ചിടത്തോളം, RCBയെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ഉണ്ടാകുന്ന ഒരു വലിയ ഒരു കൂട്ടുകെട്ട്, അത് തന്നെയാണ് ഒരു 92 റൺസിൻ്റെ ഒരു കൂട്ടുകെട്ട് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇന്നലെയും സംഭവിച്ചിട്ടുണ്ട് ഈ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്. അതായത് വിരാട് കോഹ്ലിയുടെ ക്യാച്ച് ഇന്നലെ പവൽ ഡ്രോപ്പ് ചെയ്യുന്നു. അത് അദ്ദേഹം 23 റൺസിലെത്തി നിൽക്കുകയാണ് ഇന്നലെ വിരാട് കോഹ്ലിയുടെ ആ ഒരു റൺസ്, അദ്ദേഹത്തിൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്. മറ്റൊന്ന് ദേവദത്ത് പടിക്കലിനെയും ഇതേ സ്കോർ 23 റൺസ് എന്ന സ്കോറിലെത്തി നിൽക്കുകയാണ് ദേവദത്ത് പടിക്കലിനെ ഇന്നലെ വൈഭവ് അറോറയാണ് അദ്ദേഹം ഇന്നലെ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ 2 ഡ്രോപ്പ് ക്യാച്ചുകൾ, അത് ഇന്നലെ കൊൽക്കത്തക്ക് വലിയ ആഘാതമായി എന്നുള്ള കാര്യം കൂടിയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വിജയത്തിലേക്ക്, അവരുടെ വിജയം കവർന്നെടുക്കുന്ന, അവരുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങളെ തല്ലിയൊതുക്കുന്ന രീതിയിലേക്ക്, തല്ലി തകർക്കുന്ന രീതിയിലേക്ക് ഇന്നലെ മാറി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ഒരു IPL നമ്മൾ പറഞ്ഞു വന്ന
പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫീൽഡിങ്ങിലുള്ള വലിയ മിസ്റ്റേക്കുകൾ, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളത് വലിയ ഒരു നിരാശയുള്ള കാഴ്ചയാക്കി. അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ വിജയത്തെ തന്നെ അതിന് പ്രധാനമുള്ള ആ വിജയം എത്രത്തോളം പ്രധാനമാണോ ആ വിജയത്തെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ആ ക്യാച്ചുകൾ മാറുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഒരുപക്ഷെ കോഹ്ലിയുടെ ആ ക്യാച്ച് ഇന്നലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കാർത്തിക് ത്യാഗിയുടെ പന്തിലാണ് ആ ക്യാച്ച് വരുന്നത്. അപ്പോൾ അത് ഇന്നലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കൊൽക്കത്തയ്ക്ക് വിജയത്തിലേക്ക് എത്താൻ വരെ ചാൻസ് ഉണ്ട് എന്നുള്ളതും അതും ഇന്നലെ അജിങ്ക്യ രഹാനെ പറയുന്നുണ്ട്. ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് 2 ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് നിർണായകമായി എന്നുള്ളത്. കാരണം പിന്നീട് ആ കൂട്ടുകെട്ടാണ്, ഈ 2ാം വിക്കറ്റിൽ ഈ ഒരു കൂട്ടുകെട്ടാണ് വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ ദേവദത്ത് പടിക്കലും അത് വിജയത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിലൊരു അടിത്തറ പാകിക്കൊണ്ട് അവർ കൊടുക്കുന്നത്. കാരണം ജേക്കബ് അതിൽ പോയതിനു ശേഷം പിന്നീട് ദേവദത്ത് പടിക്കലും വിരാട് കോഹ്ലിയും ഉണ്ടാക്കുന്ന ഒരു ഇന്നിങ്സ് അത് വലിയ രീതിയിൽ അവർക്ക് ഒരു വലിയ പ്രതീക്ഷയോടുകൂടി കെട്ടിപ്പടുക്കാൻ ഒരു സാധ്യത കൂട്ടി എന്നുള്ളതും അവരുടെ വിജയത്തിലേക്ക് നിർണായകമായി എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ കോഹ്ലി ഇന്നലെ പറയുന്ന കാര്യമുണ്ട്, അദ്ദേഹത്തിന് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ഇന്നലെ മത്സരത്തിന് ശേഷം തുറന്നു പറയുന്നുണ്ട്. അതായത് 2 കളികൾ മുംബൈക്കെതിരെയുള്ള മത്സരം ഉൾപ്പെടെ 2 കളികളാണ് അദ്ദേഹം ഡക്കായി മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, മുംബൈക്കെതിരെയും ലക്നൌവിനെതിരെയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സമ്മർദ്ദം ഉണ്ടാകാം. അദ്ദേഹം 2 കളി ഡക്കായാലും അടുത്ത കളിയിൽ വലിയ പ്രകടനം നടത്തുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും ഒരു താരത്തിനുണ്ടാകുന്ന ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ അതിനെയും അദ്ദേഹം അതിജീവിച്ചു എന്നുള്ളതും അദ്ദേഹം പറയുന്നത് ഈ സമ്മർദ്ദം തന്നെയാണ് ഇന്നലത്തെ മികച്ച പ്രകടനത്തിന് അദ്ദേഹത്തിന് എനിക്ക് വലിയ ഊർജ്ജം പകർന്നത് എന്നുള്ള കാര്യം കൂടി ഇന്നലെ കോഹ്ലി പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കോഹ്ലി സമ്മർദ്ദത്തെ അതിജീവിച്ച് വരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രകടനം, IPL നടത്തുന്ന പ്രകടനം, അദ്ദേഹം നേരത്തെ ഹാരിസ് പറഞ്ഞ പോലെ തന്നെ 9ാമത്തെ സെഞ്ചുറിയാണ് വിരാട് കോഹ്ലി നടത്തുന്നത്. വിരാട് കോഹ്ലിയുടെ IPL കരിയറിലെ 9ാമത്തെ സെഞ്ചുറി, അതായത് ഇപ്പോഴും ആ റെക്കോർഡ് IPL ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്നുള്ള റെക്കോർഡ് വിരാട് കോഹ്ലിയുടെ പേരിൽ അത് ഒന്നുകൂടിയും ഉറപ്പിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. 8ൽ നിന്ന് 9ലേക്ക് ഇന്നലെ ആ സെഞ്ചുറിയോട് കൂടി മാറുന്നു. 7 സെഞ്ചുറികളുള്ള ജോസ് ബട്ട്ലറാണ്, ഇംഗ്ലണ്ടിൻ്റെ ജോസ് ബട്ട്ലറാണ് അതിൻ്റെ താഴെയുള്ളത്. നമ്മുടെ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ളവർ ഇതിന് താഴെയൊക്കെ ഉണ്ട്. അപ്പോൾ വിരാട് കോഹ്ലി ഈ കാലത്ത് നടത്തുന്ന ഒരു പെർഫോമൻസ് അത് തീർച്ചയായിട്ടും ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ജേതാക്കളാണ്. അവർക്ക് ഇനി അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കുതിപ്പിന് വിരാട് കോഹ്ലിയുടെ പ്രകടനം ഉൾപ്പെടെയുള്ളത് നിർണായകമാണ്. അവർ ഒരു പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് വീണ്ടും എത്തിയിരിക്കുന്നു. 16 പോയിന്റുമായി അവർ പ്ലേ ഓഫിലേക്ക് ഉറപ്പിച്ചിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ അവർക്ക് മുന്നേറ്റം നടത്തി. അപ്പോൾ കഴിഞ്ഞ മത്സരം നമ്മൾ കൃണാൽ പാണ്ഡ്യയുടെ ഒരു പ്രകടനം RCBക്ക് വേണ്ടി കാണുന്നു. ഇന്നലെ കൃണാൽ പാണ്ഡ്യക്ക് ഇറങ്ങേണ്ട ഒരു അവസരം വരുന്നില്ല. അതിനു മുമ്പേക്ക് തന്നെ എനിക്ക് തോന്നുന്നു ഇവർ വിജയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വിരാട് കോഹ്ലിയുടെ ഒരു പെർഫോമൻസ് അത് നിർണായകമായി മാറുന്നു എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ കൊൽക്കത്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ അങ്കൃഷ് രഘുവംശി ഇന്നലെ അത്യാവശ്യം 72 ഒരു അർദ്ധ സെഞ്ചുറിയുടെ ഒരു നല്ല പ്രകടനം അദ്ദേഹം നടത്തുന്നു. റിങ്കു സിംഗ് ഒരു നന്നായി പ്രകടനം നടത്തുന്നു. ഈ രീതിയിൽ അവരും നന്നായി അവസാന ഘട്ടത്തിൽ അവരുടെ ആ ഒരു പോരാട്ടം, റിങ്കു സിംഗിൻ്റെയും അങ്കൃഷിൻ്റെയും ഇവരുടെ 2 പേരുടെയും ഒരു പോരാട്ടം വലിയ രീതിയിൽ അവരുടെ സ്കോർ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് 200 കടന്നില്ലെങ്കിലും 192 എന്നുള്ള ഒരു സ്കോറിലേക്ക് 4 വിക്കറ്റ് നഷ്ടത്തിൽ 192 എന്നുള്ള ആ സ്കോറിലേക്ക് ഇന്നലെ എത്തിക്കുന്നതിന് വേണ്ടി അങ്കൃഷിൻ്റെ ഒരു പെർഫോമൻസ് കൂടി ഇന്നലെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവർക്ക് മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും. കാരണം 11 കളിയിൽ ഇനി 9 പോയിന്റ് മാത്രമാണ് അവർക്ക് ആകെ ഉള്ളത്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വലിയ ദുഷ്കരമായിരിക്കും. ഡൽഹിയും അതുപോലെ തന്നെ ചെന്നൈയും ഉൾപ്പെടെയുള്ളവരൊക്കെ മറികടന്ന് ഇനി മുന്നോട്ടെത്തുക. കാരണം ഈ 2 ടീമുകൾക്കും 12 പോയിന്റ് വീതമുണ്ട്. അപ്പോൾ ഇനി അവരെ മറികടന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതും പ്ലേ ഓഫിലേക്കുള്ള ഒരു സാധ്യത അവർക്ക് വലിയ ദുഷ്കരമാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട് ഇന്നലത്തെ തോൽവിയോടുകൂടി. RCBയിലേക്ക് വരുന്ന സമയത്ത് അവരിലെ പല ആളുകളുടെയും ഫോം അവരെ സംബന്ധിച്ചൊരു കൺസേൺ ആയിരുന്നു. പ്രത്യേകിച്ച് രജത് പട്ടിദാറിൻ്റെ, വിരാട് കോഹ്ലിയുടെ. അപ്പോഴും അവർക്ക് എല്ലാ മത്സരങ്ങളിലും ഓരോ മാച്ച് വിനേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവോടുകൂടി അവരുടെ വലിയൊരു ആശങ്ക അവിടെ ഒഴിയുകയാണ്. വിരാട് കോഹ്ലി ഈ ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ ഫോം ഔട്ട് തുടരുമോ എന്ന് പറയുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്, ഇറ്റ്സ് നോട്ട് ഫോം ഔട്ട്, ഇത് ഔട്ട് ഓഫ് റൺസ് ആണ്, ഔട്ട് ഓഫ് ഫോം അല്ല എന്ന്. സ്കൈ ആണ് സാധാരണഗതിയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ സ്കൈയുടെ കാര്യത്തിൽ ഇതൊരിക്കലും നമ്മൾ കണ്ടിട്ടുമില്ല. എന്നാൽ ഔട്ട് ഓഫ് ഫോം അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു RCBയെ സംബന്ധിച്ച് ഇന്നലെയും അവരുടെ ബോളർമാർ നന്നായി ഡെലിവർ ചെയ്തൊരു മത്സരമായിരുന്നു ഇന്നലത്തെ എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് RCB സീസണിൽ ആദ്യമായി കൊണ്ടായിരിക്കും ജേക്കബ് ഡഫിയെയും ഹേസൽവുഡിനെയും ഭുവനേശ്വർ കുമാറിനെയും ഒരുമിച്ച് ഇറക്കുന്നത്. സാധാരണ ഇതിൽ ഹേസൽവുഡ് തിരിച്ചു വന്ന സമയത്ത് ജേക്കബ് ഡഫിയെ പുറത്തിരുത്തിയിട്ടാണ് അവർ ഇത്രയും കാലം കളി നയിച്ചതെങ്കിൽ ജേക്കബ് ഡഫിയും ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും റാസിക് അടക്കം 4 സ്പെഷ്യലിസ്റ്റ് സീമർമാരെയും കൊണ്ടാണ് ഇന്നലെ അവർ കളിക്കാറിങ്ങിയത്. എന്ന് മാത്രമല്ല ഈ 3 പേരും
പിന്നെ പവർ പ്ലേ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളാണ് എന്താണ്. പക്ഷേ ഡഫി നല്ല തല്ലുകൊള്ളുന്നുണ്ട്. ഡഫി പവർ പ്ലേയിൽ ഇവരെടുത്ത 50 മുകളിൽ റൺസിൽ 2 ഓവറിൽ ഡഫി എടുത്ത 31 റൺസാണെന്നാണ്. അപ്പോഴും ബൂയും പിന്നെ ഹേസൽവുഡും അവിടെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലൊക്കെ ഒരു 16ാമത്തെ ഓവർ കടക്കുമ്പോഴേക്കും കൊൽക്കത്ത ഒരു 150 മുകളിൽ സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആ അടുത്ത 4 ഓവറുകളിൽ സുഖമായിട്ട് ഇവർക്ക് 200+ സ്കോർ ചെയ്യാം എന്നിരിക്കെ തന്നെ അവസാനത്തെ 4 ഓവറിൽ റാസിക്കും ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും എറിഞ്ഞ അവസാനത്തെ 4 ഓവറുകളിൽ ഓരോ ബൗണ്ടറി വീതമാണ് വിട്ട് നൽകിയത്. അങ്ങനെയാണ് അവർ 200+ താഴെ പിന്നെ പിടിച്ചേട്ടാൻ സാധിച്ചത്. അപ്പോൾ ഡെത്ത് ഓവറുകളിൽ ഇന്നലെ നന്നായി ബാംഗ്ലൂരിൻ്റെ ബോളർമാർ അധികം വിക്കറ്റൊന്നും അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഡെത്ത് ഓവറുകളിൽ അവർ നന്നായി ഡെലിവർ ചെയ്യുന്നു. റിങ്കു സിംഗ് സിംഗിൾസും ഡബിൾസും ഒക്കെ ഇട്ടിട്ടാണ് റൺ ഉയർത്തുന്നത് നമ്മൾ കണ്ടത്. അവസാനത്തെ 4 ഓവറിൽ ഓരോ ഓവറിലും ഓരോ ബൗണ്ടറികൾ വീതമാണ് വന്നത്. സോ ഡെത്ത് ഓവറുകൾ ഗ്രീനും അത്ര മികച്ച പെർഫോമൻസ് അല്ല കാഴ്ച. അങ്കരീഷ് രഘുവംശിയാണ് അവർക്ക് ആകെ പ്രതീക്ഷ നൽകാവുന്ന ഒരു പ്രകടനം കൊടുത്തത് എന്നുള്ളതാണ്. പിന്നെ RCBയുടെ ചേസിംഗ് വരുന്നു. ജേക്കബ് ബേത്തൽ ഒന്നുകൂടി പിന്നെ ഒരിക്കൽ കൂടി ജേക്കബ് ബേത്തലിനെ കുറിച്ചായിരുന്നല്ലോ ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ ഏറ്റവും വലിയ ആശങ്കകളൊന്നും എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ജേക്കബ് ബേത്തൽ വീണ്ടും പിന്നെ കുറച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊരു മൊമെൻറ്റം കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ജേക്കബ് ബേത്തൽ പുറത്താവുന്നു. പിന്നെ ദേവദത്ത് പടിക്കൽ വിരാട് കോഹ്ലി കൂട്ടുകെട്ടിന് IPL ഹിസ്റ്ററിയിൽ വലിയൊരു ചരിത്രം ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ RCBയുടെ സക്സസ്ഫുൾ ചേസുകളിൽ ഒരു 10 50 പാർട്ട്ണർഷിപ്പ് ഇവർക്കിടയിൽ ഉണ്ട് എന്നാണ്. ദേവദത്ത് പടിക്കലിനും പിന്നെ വിരാട് കോഹ്ലിക്കും ഇടയിൽ എന്നാണ്. അവർക്കിടയിൽ ഒരു കോംബോ ഒരുപാട് കാലം RCBയെ പല മത്സരങ്ങളിൽ വിജയിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സീസണിൽ ദേവദത്ത് പടിക്കൽ തുടക്കത്തിൽ ഫോം ആവുന്ന സമയത്തൊക്കെ വിരാട് കോഹ്ലി ഒരുപാട് തവണ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതും ദേവദത്ത് പടിക്കൽ RCBക്ക് എത്രമേൽ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ ദേവദത്ത് പടിക്കൽ ഇടക്കാലത്ത് 1-2 പിന്നെ ഫോം ഔട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം തിരിച്ചു വരുന്നു. RCB സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ ഇപ്പോൾ ഒരു സ്കോർ നോക്കുന്നു, കാമൻ കമ്പോസറായി തുടങ്ങുന്നു, പിന്നെ മോശം ബോളുകളെ തെരഞ്ഞു പിടിച്ചടിക്കുന്നു, കൺട്രോൾഡായിട്ട് സിംഗിളുകൾ ഇട്ട് വിക്കറ്റുകൾക്കിടയിൽ ഓടി പിന്നെ മനോഹരമായി അദ്ദേഹം കെട്ടിപ്പടുത്തൊരു ഇന്നിങ്സ് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല. അദ്ദേഹം T20 ക്രിക്കറ്റിൽ 14,000 റൺസ് പിന്നിട്ട ഒരു ദിവസമാണിത്. T20 ക്രിക്കറ്റിൽ 10 സെഞ്ചുറികൾ പിന്നിട്ട ഒരു ദിവസം. ഒരുപാട് റെക്കോർഡുകൾ ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ റെക്കോർഡുകൾ 14,000 റൺസ് T20 ക്രിക്കറ്റിൽ 14,000 റൺസ് തികക്കുന്ന ആദ്യത്തെ പിന്നെ താരമാണ് അദ്ദേഹം. ഫസ്റ്റ് ഇന്ത്യൻ ബാറ്റർ ടു 40,000 റൺസ് തികക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബാറ്റർ. T20 ക്രിക്കറ്റിൽ 10 സെഞ്ചുറികൾ. പിന്നെ IPL ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് ക്യാപ്ഡ് പ്ലെയർ അദ്ദേഹമാണ്. MS ധോണിയുടെ റെക്കോർഡ് അദ്ദേഹം മറികടക്കുന്നു. പിന്നെ IPL സെഞ്ചുറികളുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ റെക്കോർഡ് മറികടക്കുന്നു. പിന്നെ സക്സസ്ഫുൾ റൺ ചേസിൽ പിന്നെ 3 സെഞ്ചുറികൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് IPL ഹിസ്റ്ററിയിൽ എന്നാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹം ഓരോ നോക്കിലും ഓരോ റെക്കോർഡുകൾ ഈ മൈതാനങ്ങളിൽ സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് വിരാട് കോഹ്ലിയെ സംബന്ധിച്ച്. അദ്ദേഹത്തിൻ്റെ ഫോം എപ്പോഴാണ് ഔട്ടാവുക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നതാണ് വിരാട് കോഹ്ലിയെ കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ അൺപ്രഡിക്റ്റബിലിറ്റി. 2 കളിയടക്കാവുമ്പോൾ പിന്നെ നിരന്തരം പരാജയപ്പെടുന്ന സമയത്ത് എഴുതി തള്ളാൻ വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ അദ്ദേഹം വീണ്ടും ഉയർക്കൊള്ളും നമ്മൾ കാണുന്നു. അടുത്ത ഏകദിന ലോകകപ്പാണ് മുമ്പിലുള്ളത്, ഒരൊറ്റ വർഷമാണ് മുമ്പിലുള്ളത്. അതിനു മുമ്പ് വലിയ സീരീസുകളൊന്നുമില്ല. വിരാട് കോഹ്ലി എങ്ങനെയാണ് ലോകകപ്പിന് മുമ്പ് തൻ്റെ ഫോമും ഫിറ്റും ഒക്കെ വീണ്ടെടുക്കുക, നിലനിർത്തുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഡൊമിനൻസ് സ്റ്റിൽ കണ്ടിന്യൂസ് അദ്ദേഹത്തെ എഴുതിത്തള്ളാൻ കഴിയില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഈ മത്സരം ബാക്കി വെക്കുന്നത്. ഇനി ഇന്നത്തെ മത്സരം അതിൽ വേറൊരു കാര്യം കൂടി ആരിസ് മെൻഷൻ ചെയ്യാത്തൊരു കാര്യം, മോസ്റ്റ് റൺസ് അഗെയിൻസ്റ്റ് ആൻ ഓപ്പോണന്റ് IPL. അതിൽ വിരാട് കോഹ്ലിന്റെ അപ്രമാദം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം ഏതെങ്കിലും ഒരു ടീമിനെതിരെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ലിസ്റ്റിൽ ഇപ്പം ഒരു 6 ടീമിനെതിരെയുള്ള ലിസ്റ്റിൽ 4 ടീമിനെതിരെയും വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത്. അതായത് CSKക്കെതിരെ 1174 വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുന്നത്. DCക്കെതിരെ ഡൽഹിക്കെതിരെ 1172 അതും വിരാട് കോഹ്ലിയാണ്. പഞ്ചാബിനെതിരെ 1159 അതും വിരാടാണ്. KKRനെതിരെ 1126 അതും വിരാടാണ്. ഈ 4 ടീമുകൾക്കെതിരെയും 1000-ലേറെ റൺസ്, അതായത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് വിരാട് കോഹ്ലിയാണ്. ഇതിൻ്റെ ഇടക്ക് വരുന്നത് പിന്നെ ഡേവിഡ് വാർണറിൻ്റെ ഒരു റെക്കോർഡ് അവിടെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും പിന്നെ രോഹിത് ശർമ്മയുടെ ഒരു വരുന്നുണ്ട്. അവർ 2 ടീമുകൾക്കെതിരെ നേടിയിട്ടുണ്ട്. പക്ഷേ ഈ വിരാട് കോഹ്ലി 4 ടീമുകൾക്കെതിരെയും IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ മനുഷ്യനായിട്ട് ഈ മനുഷ്യൻ വരുന്നു എന്ന് പറയുമ്പം മറ്റുള്ളവരൊക്കെ ഈ 10 കൊല്ലത്തിൻ്റെ ഇടക്ക് ഒരു 4000-5000 റൺസൊക്കെ ആയിരിക്കും എത്തിയിട്ടുണ്ടാവുക. വിരാട് കോഹ്ലി 9000, അവരെക്കാൾ 4000 റൺസ് കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ഈ 18 കൊല്ലത്തെ IPL ചരിത്രത്തിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീരേന്ദ്ര സെവാഗിയും അദ്ദേഹത്തിൻ്റെ പിന്നെ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കണ്ടിട്ട് അദ്ദേഹത്തെ ഉപമിച്ചത് ചാച്ച ചൗധരിയേക്കാൾ
പിന്നെ ചാച്ചാ ചൗധരിയേക്കാൾ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോർ വർക്ക് ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു ഉപമ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചാച്ചാ ചൗധരി എന്ന് പറയുമ്പോൾ പ്രാൺകുമാർ ശർമ്മ എന്നുള്ള അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കോമിക് കഥാപാത്രമാണ്. നമ്മുടെ ഈ ഹിന്ദി ഇതൊരു കട്ട് മീശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു കൊമ്പം മീശയൊക്കെ ആയിട്ടുള്ളൊരു തലപ്പാവൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ പ്രത്യേകത, ആ കോമിക് കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ തലച്ചോർ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ആ കോമിക് കഥാപാത്രത്തിന് നമ്മൾ ഒരുപാട് ഇപ്പം ഈ എന്താ പറയുക, ഈ നമ്മുടെ മലയാളത്തിലെ കോമിക് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെയുള്ള കോമിക് കഥാപാത്രത്തിനോടാണ് ഇദ്ദേഹത്തെ ഉപമിച്ചിട്ടുള്ളത്. അതായത് തലച്ചോറിനേക്കാൾ വേഗത്തിൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നു കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ തലച്ചോർ പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ. അപ്പോൾ അത്രയും പ്രൈസ് ചെയ്തുകൊണ്ട് വിരാട് കോഹ്ലിയെ വീരേന്ദ്ര സെവാഗ് വരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ എത്രയോ മടങ്ങാണ് വിരാട് കോഹ്ലി എന്ന താരം എന്ന് എനിക്ക് തോന്നുന്നു. കോഹ്ലി ബാറ്റ് വീശിയാൽ റെക്കോർഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ റെക്കോർഡ് തകർക്കുന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ മത്സരങ്ങൾ. അതെ, സാധാരണഗതിയിൽ ക്രിക്കറ്റ് ലോകത്ത് കോഹ്ലിയുമായിട്ടുള്ള കമ്പാരിസണുകൾ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ഇതിഹാസങ്ങളോട് സച്ചിനുമായിട്ടുള്ള കമ്പാരിസൺ, സ്റ്റിൽ പിന്നെ ഒരാവശ്യമില്ലാതെ ബാബർ അസമുമായിട്ടുള്ള കമ്പാരിസൺ, പിന്നെ ചൗധരി കമ്പാരിസണുകൾക്കൊക്കെ അപ്പുറത്താണ് അദ്ദേഹം പിന്നെ പ്ലേസ് ചെയ്തേക്കുന്ന അദ്ദേഹത്തെ മൈതാനങ്ങളിൽ നിന്നാണ്. മറ്റൊന്ന്, ജിതേഷ് ശർമ്മക്ക് ഇന്നലെ കളി ഫിനിഷ് ചെയ്യാൻ കിട്ടിയ വലിയൊരു അവസരം, അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹങ്ങളിലൊന്ന് പൂവണിഞ്ഞ ദിവസങ്ങളിലൊന്നാണ് ഇതുപോലെ. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അങ്ങനെ ടോപ്പ് ഓർഡർ പൊളിഞ്ഞിട്ടില്ല. അദ്ദേഹം ഫോറടിച്ചാണ് ഇന്നലെ വിരാടിന്റെ സെഞ്ചുറിയുടെ തിളക്കത്തിനിടയിൽ നമ്മളിത് കാണാതെ ബൗണ്ടറി അടിച്ച് ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കാം. ഇന്ന് MI വേഴ്സസ് പഞ്ചാബാണ്. അപ്പോൾ പഞ്ചാബിനെ സംബന്ധിച്ച് പ്ലേ ഓഫ് പ്രവേശനത്തിന് വിജയം അനിവാര്യമായ മത്സരങ്ങൾ തന്നെയാണുള്ളത്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മുംബൈ വഴിമുടക്കികളാകാനാണ് ഇനി പല മത്സരങ്ങളിലെയും സാധ്യത. MSK എങ്ങനെ വിലയിരുത്തുന്നു? ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊഡിക്റ്റ് ചെയ്തത് കൊൽക്കത്ത തോറ്റു, അവരുടെ തന്നെ മിസ്റ്റേക്കുകൾ കൊണ്ട് തോറ്റു. വിരാട് കോഹ്ലി എന്നുള്ളൊരു ചേസ് മാസ്റ്റർ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം പ്രൊഡിക്റ്റ് ചെയ്തത് കൊൽക്കത്ത ജയിക്കുന്നതാണ്. അത് ഞാൻ പ്രഡിക്റ്റ് ചെയ്തത് കൊൽക്കത്ത ജയിക്കുന്നതാണ്. പക്ഷേ കൊൽക്കത്ത തോറ്റു. വിരാട് കോഹ്ലി എന്ന ചേസ് മാസ്റ്ററെ നമ്മൾ അങ്ങനെ വില കുറച്ച് കാണാൻ പാടില്ലായിരുന്നു. ഇവിടെ പഞ്ചാബ് വേഴ്സസ് മുംബൈ എന്നുള്ളതിൽ നോക്കുമ്പം ഞാൻ വാരിസ് പറഞ്ഞതിനോട് ഏതാണ്ടൊക്കെ യോജിക്കുന്നു. കാരണം ഈ സമയത്ത് പിന്നെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡു ഓർ ഡൈ മാച്ചാണ്. മുംബൈക്ക് യാതൊരു സമ്മർദ്ദവും ഇല്ല, കാരണം അവർ പ്ലേ ഓഫിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. മേ ബി ഹാർദിക് പാണ്ഡ്യ കളിക്കാനും സാധ്യതയില്ല. ഹാർദിക് പാണ്ഡ്യ CSKയിലേക്ക് പോകുന്നു. ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ ഇൻസ്റ്റഗ്രാം ID അൺഫോളോ ചെയ്യുന്നു. രോഹിത് ശർമ്മയുടെ ഇൻസ്റ്റഗ്രാം അൺഫോളോ ചെയ്യുന്നു. സൂര്യകുമാറിന്റെ അൺഫോളോ ചെയ്യുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മുംബൈയുടെ മാത്രം ഫോളോ ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ ഈ സിനാരിയോ അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് രോഹിത് CSKയുടെ പിന്നെ തലവന്മാരുമായിട്ട് ചർച്ച നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്ക് കൃത്യമായ പരിക്കാണോ, അല്ലെങ്കിൽ അതൊരു അഭിനയ പരിക്കാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന പരിക്കാണോ എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ആ സമയത്ത് സൂര്യകുമാറിനെയാണ് അവർ മുംബൈ ക്യാപ്റ്റനാക്കി നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ സൂര്യകുമാറിൽ ഒരു ക്യാപ്റ്റൻസി ഏൽപ്പിച്ചുകൊണ്ട് അടുത്ത സീസണിലെങ്കിലും തിരിച്ചു വരാനുള്ള ഒരു ഐഡിയയിലായിരിക്കും മുംബൈ. സൂര്യകുമാറിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാൻ മാത്രം പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല ഇവിടെ. അല്ല, ഇന്ത്യൻ ക്യാപ്റ്റൻസി തന്നെ പോകാൻ വേണ്ടി നിൽക്കാണ്. അല്ല, മുംബൈ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പിന്നെ മുംബൈ ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ. രോഹിത് ശർമ്മയെ ആ സമയത്ത് ഒറ്റൊരു പ്രഭാതത്തിൽ മാറ്റുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് ഞാനൊക്കെ മുംബൈ വിട്ടത്. അപ്പൊ മുംബൈയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് പിന്നെ ഈ സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസിയിൽ കഴിഞ്ഞ മത്സരം അവർക്ക് ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരമായിരുന്നു. അവസാന നിമിഷമാണ് തോറ്റത്. അപ്പൊ മുംബൈ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തത്. ജസീം, ഇന്നത്തെ മത്സരം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചിലപ്പോൾ ചെന്നൈയും ഡൽഹിയൊക്കെ ആയിരിക്കും. കാരണം അവർക്ക് മുംബൈ ജയിക്കാണോ വേണ്ടത് എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം ഇന്ന് അവർ തോൽക്കുകയാണെങ്കിൽ സ്റ്റിൽ അവർ അവിടെ തന്നെ നിൽക്കും. പഞ്ചാബ് ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കും. അടുത്ത മത്സരം ചെന്നൈ എങ്ങാനും ജയിച്ചാൽ അവരുടെ മുകളിലേക്ക് കയറാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മുംബൈ ജയിക്കാനുള്ള നേരത്തെ ഹാരിസൊക്കെ പറഞ്ഞ വഴിമുടക്കി നിൽക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പഞ്ചാബ് തോൽക്കാനും മുംബൈ ജയിക്കാനുള്ള ഒരു സാധ്യത എന്നുണ്ട്. പക്ഷെ ഞാൻ പഞ്ചാബിനൊപ്പം നിൽക്കുന്നു. ഇതിനകത്ത് പ്രഡിക്ഷൻസ് എല്ലാം വഴിമുടക്കാവാൻ സാധ്യതയുണ്ട്. പക്ഷേ പഞ്ചാബിനെ സംബന്ധിച്ച് ഡു ഓർ ഡൈ ആയതുകൊണ്ട് പിന്നെ അവർക്ക് ഇനിയുള്ള മത്സരങ്ങളൊക്കെ നിർണായകമായി. അവരൊരു കളി ജയിച്ചാലൊന്നും കയറില്ല. 13 പോയിന്റേ ഉള്ളൂ. 15 പോയിന്റ് കളിച്ചാൽ 15 പോയിന്റേ ആവുള്ളൂ. പിന്നെയും ഒരു കളി ബാക്കിയുണ്ട്. അപ്പോൾ 16 കടക്കാൻ ഈ 2 മത്സരങ്ങളും ജയിക്കണം. ഒരൊറ്റ മത്സരത്തിൽ വിജയം പോരാ. അപ്പോൾ അവരെ സംബന്ധിച്ച് നിർണായകം തന്നെയാണ് ഈ മത്സരം. അവരുടെ ബോളിങ്ങും ഫീൽഡിങ്ങിലും അവർക്ക് സംഭവിക്കുന്ന പിഴവുകളെക്കുറിച്ച് അവർ പുനരാലോചനകൾ നടത്തുകയും അതിൽ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാതെ അവർക്ക് മത്സരങ്ങൾ കിട്ടില്ല. വലിയ ബാറ്റിംഗ് ഡെപ്തുള്ള 200+ സ്കോറൊക്കെ ഭയങ്കരമായിട്ട് ചേസ് ചെയ്യുകയും അടിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ടീമായിട്ട് പോലും അവർക്ക് ബോളിങ്ങിലും പിന്നെ ഫീൽഡിങ്ങിലൊക്കെ വരുന്ന പിഴവുകൾ കൊണ്ടാണ് ഇത്രയും കാലം ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ MSK വരെ കപ്പെടുത്ത് കയ്യിൽ കൊടുക്കൂ എന്ന് പറഞ്ഞ ടീം ഇപ്പോൾ പെരുവഴിയും അധോഗതിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ അവർ തിരിച്ചു വരാനുള്ള സാധ്യത ഞാൻ കാണുന്നു. പഞ്ചാബ്
ജയിക്കുമെന്നാണ് കരുതുന്നത്. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം വീണ്ടും ഇരിക്കാം. നന്ദി.